ഹലോ ഓൾ വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസ് ആണ്. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആനുവൽ എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസേഴ്സ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മലയാളം മീഡിയംകാരുടെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആനുവൽ എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ് ബേസിക് സയൻസ്. നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നോക്കിയാലോ ആനുവൽ എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഇതിൽ നമ്മൾ കറക്റ്റ് 60 മാർക്കിനുള്ള ചോദ്യങ്ങളല്ല ഉൾപ്പെടുത്തിയിരിക്കുന്നത്, കുറച്ച് കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളിത് നോക്കി ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല, ആൻസർ കിട്ടുന്നില്ല എങ്കിൽ ആ ആൻസർ നോക്കുക, ഒന്ന് പഠിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നമുക്ക് നോക്കിയാലോ. ആദ്യ ചോദ്യം, ഒബ്സർവ് ദ ഫ്രൂട്ട്സ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ഫ്രൂട്ട്സ്, ഒരു സീതാരങ്ങ സീതപ്പഴത്തിൻ്റെയും അതുപോലെ തന്നെ ചക്കയുടെയും ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. വിച്ച് ഫ്രൂട്ട് ഇസ് ഗ്രോൺ ഫ്രം എ സിംഗിൾ ഫ്ലവർ. ഇതിൽ സിംഗിൾ ഫ്ലവറിൽ നിന്ന് ഉണ്ടാവുന്ന ഫ്രൂട്ട് ഏതാണെന്നാണ് ചോദ്യം. കസ്റ്റാർഡ് ആപ്പിൾ, അതായത് ഈ സീതാപ്പഴത്തിനെയാണ് കസ്റ്റാർഡ് ആപ്പിൾ എന്ന് പറയാം കേട്ടോ. കസ്റ്റാർഡ് ആപ്പിൾ ഡെവലപ്സ് ഫ്രം എ സിംഗിൾ ഫ്ലവർ വിത്ത് മെനി ഓവറീസ്. അത് ഒരു അഗ്രഗേറ്റ് ഫ്രൂട്ട് ആണ്. അടുത്ത ചോദ്യം, അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ ആൻഡ് ചൂസ് ദ കറക്റ്റ് റീസൺ. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കുക, കറക്റ്റ് റീസൺ ഏതാണെന്ന് നോക്കുക. സ്റ്റേറ്റ്മെന്റ് എന്താ? ആപ്പിൾ, കാഷ്യൂ ആൻഡ് സ്ട്രോബെറി ആർ കാൾഡ് സ്യൂഡോ ഫ്രൂട്ട്സ്. റീസൺ, ഇൻ സ്യൂഡോ ഫ്രൂട്ട്സ് പാർട്സ് ഓഫ് ദ ഫ്ലവർ അതർ ദാൻ ദ ഓവറി ടേക്ക് പാർട്ട് ഇൻ ഫ്രൂട്ട് ഫോർമേഷൻ. പിന്നെ അതുപോലെ തന്നെ ഇൻ ഓൾ ഫ്രൂട്ട്സ് ഓൺലി ദ ഓവറി ഡെവലപ്സ് ഇൻ ടു ദി ഫ്രൂട്ട്. In cashew, the pedicel develops into the fruit-like structure. In apples and strawberries, the thalamus grows and becomes the fruit. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. 1, 3, 4. അതായത് കാണിച്ചു തരാം. 1, 3, 4 കേട്ടോ. Classify the following fruits based on their features. Write the names ഓഫ് ദ ഗ്രൂപ്പ്. തന്നിരിക്കുന്നതിനെ നമ്മൾ ഗ്രൂപ്പ് ആക്കണം. നമ്മൾ സിമ്പിൾ ഫ്രൂട്ട്, അഗ്രഗേറ്റ് ഫ്രൂട്ട്, സ്യൂഡോ ഫ്രൂട്ട് എന്ന ഗ്രൂപ്പിൽ. സിമ്പിൾ ഫ്രൂട്ടിൽ വരുന്നത് മാംഗോ, ഗുവ. അഗ്രഗേറ്റ് ഫ്രൂട്ടിൽ കസ്റ്റാർഡ് ആപ്പിൾ, സ്ട്രോബെറി. സ്യൂഡോ ഫ്രൂട്ടാണ് കാഷ്യൂ, ആപ്പിൾ. അടുത്ത ചോദ്യം, അറേഞ്ച്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഇൻ സോളിഡ്സ്. സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ സോളിഡിലും ലിക്വിഡിലും ഗ്യാസസിലും മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് താഴെ തന്നിരിക്കുന്നത്. അപ്പം നമുക്കിതിൽ ഏതൊക്കെ സ്റ്റേറ്റ് ആണെന്ന് മാത്രം മാർക്ക് ചെയ്താൽ മതി. എ, ബി, സി. ഇതിൽ എ എന്ന് കാണിച്ചിരിക്കുന്നത് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്, ബി ആണ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്, സി ആണ് സോളിഡ് സ്റ്റേറ്റ്. എപ്പോഴും മോളിക്യൂൾസ് ഭയങ്കര അടുപ്പിച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ കറുപ്പ് ഡോട്ടുകളെ വളരെ അടുപ്പിച്ചിട്ട് അറേഞ്ച് ചെയ്തത് സോളിഡ് ആയിരിക്കും. കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണെങ്കിൽ അത് ലിക്വിഡ് ആയിരിക്കും. ഒരുപാട് അകലത്തിലാണെങ്കിൽ അത് ഗ്യാസ് ആയിരിക്കും കേട്ടോ. ഗ്യാസസ് ക്യാൻ സ്പ്രെഡ് ഫാസ്റ്റ്. വൈ? ഗ്യാസസ് പെട്ടെന്ന് സ്പ്രെഡ് ആവും. എന്തുകൊണ്ട്? ഗ്യാസസ് ഹാവ് എ ലോട്ട് ഓഫ് സ്പേസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ആൻഡ് ഡു നോട്ട് ഹാവ് എ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദം. ദേ ക്യാൻ മൂവ് ക്വിക്ലി ഇൻ ഓൾ ഡയറക്ഷൻസ്, ഹെൻസ് ഗ്യാസസ് ക്യാൻ സ്പ്രെഡ് ഫാസ്റ്റ്. അടുത്ത ചോദ്യം, four statements related to states of matter are given below. Which are the correct statements? 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് 1, 3 ആണ് കറക്റ്റ്. അത് മാത്രം ഒന്ന് വായിക്കാം. 1, സോളിഡ്സ് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ഡെഫിനിറ്റ് വോളിയം. ഗ്യാസസ് ക്യാൻ ബി ഈസിലി കംപ്രസ്ഡ്. ഓക്കെ. അടുത്ത ചോദ്യം, എക്സാമിൻ ദ ഫോളോയിങ് ചേഞ്ചസ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. അപ്പോൾ ഇവിടെ ചേഞ്ചസ് തന്നിട്ടുണ്ട്. അത് ഫിസിക്കൽ ആണോ കെമിക്കൽ ആണോ എന്ന് മാത്രം എഴുതിയാൽ മതി. ക്യാംഫർ ബേണിംഗ്, അതായത് കൽപ്പൂരം കത്തുന്നത് കെമിക്കൽ ചേഞ്ച് ആണ്. കട്ടിംഗ് ഫയർ വുഡ് ആണെങ്കിൽ ഫിസിക്കൽ ചേഞ്ച് ആണ്. അതുപോലെ മെൽറ്റിംഗ് ആണ് കേട്ടോ, ഇത് ജി ആണ്. മെൽറ്റിംഗ് ടാർ ആണെങ്കിൽ ഫിസിക്കൽ ചേഞ്ച് ആണ്. റസ്റ്റിംഗ് ഓഫ് അയൺ കെമിക്കൽ ചേഞ്ച് ആണ്. അടുത്ത ചോദ്യം, എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് ഡ്രോൺ യൂസിങ് എ സ്കെയിൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മോഷൻസ് ഈസ് സിമിലർ ടു ദ മോഷൻ ഓഫ് ദ പെൻ അറ്റ് ദാറ്റ് ടൈം. ഓക്കെ, അപ്പോൾ ഇതിൽ ഉത്തരം മൂവിങ് ഓഫ് എ ലിഫ്റ്റ് ആണ്. അടുത്ത ചോദ്യം, അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ഗിവൺ ബിലോ ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഫോളോയിങ്.
സ്റ്റേറ്റ്മെന്റ് എന്താ? എ ലിഫ്റ്റ് മൂവിങ് അപ്പ് ആൻഡ് ഡൗൺ ഷോസ് ലീനിയർ മോഷൻ. ഒരു ലിഫ്റ്റ്, നിങ്ങൾക്ക് അറിയാലോ ലിഫ്റ്റ്, എല്ലാവരും ലിഫ്റ്റിൽ കയറിയിട്ടില്ലേ? ലിഫ്റ്റ് മേലോട്ടും താഴോട്ടും പോയി വരുന്നത് ലീനിയർ മോഷൻ ആണെന്ന് പറയുന്നു. അതിന്റെ റീസൺ പറയുന്നത് ലീനിയർ മോഷൻ ഇസ് ദ മോഷൻ ഓഫ് എൻ ഒബ്ജക്ട് എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ എന്നും പറയുന്നു. ഇതിൽ കറക്റ്റ് ആയത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ബട്ട് റീസൺ ഈസ് സൂട്ടബിൾ ഫോർ ദി സ്റ്റേറ്റ്മെന്റ്. നാലാമത്തെ ചോദ്യം ഒബ്സർവ് ദ പിക്ചേഴ്സ് ആണ്. തന്നിരിക്കുന്നത് ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലുമാണ്. ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് വാട്ട് ടൈപ്പ് ഓഫ് സെൽസ് എ ആൻഡ് ബി ആർ ആണ്. എ ആനിമൽ സെല്ലാണ്, ബി പ്ലാന്റ് സെല്ലാണ്. ഐഡന്റിഫൈ ആൻഡ് നെയിം ഓഫ് പാർട്സ് 1, 2, 3. അപ്പൊ തന്നിരിക്കുന്നതിൽ 1, 2, 3 പാർട്സുകൾ എന്താണെന്ന് എഴുതണം. അതിൽ ഒന്ന് കാണിച്ചിരിക്കുന്നത് ന്യൂക്ലിയസ് ആണ്. അതിൽ വളരെ വലിയ ഒരു ബിഗ് ആയിട്ടുള്ള ബ്ലാക്കിൽ കാണുന്നുണ്ടോ, വലിയ കറുത്ത ആ ഒരു ഭാഗം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. അതിനുശേഷം അവർ കാട്ടിയിരിക്കുന്ന ഭാഗം സൈറ്റോപ്ലാസം, ലിക്വിഡ് ആയിട്ടുള്ള ഭാഗം സൈറ്റോപ്ലാസം ആണ്. പിന്നെ ഈ ഒരു വൈറ്റ് പോർഷൻ, ഇതിൽ വലുതായിട്ടുള്ള വെള്ള, ഇതിൽ ചെറിയ വെള്ള, അത് വാക്യൂൾ ആണ് കേട്ടോ. അടുത്ത ചോദ്യം വാട്ട് ആർ ദ ലൈക്ക് ആൻഡ് അൺലൈക്ക് പോൾസ് ഓഫ് എ മാഗ്നറ്റ്. അപ്പോൾ ലൈക്ക് പോൾസും അൺലൈക്ക് പോൾസും എന്താണ്? ദ സെയിം പോൾസ് ഓഫ് ഡിഫറെന്റ് മാഗ്നറ്റ്സ് ആർ കോൾഡ് ലൈക്ക് പോൾസ്. അപ്പോൾ സൗത്ത് ആണെങ്കിൽ അത് ലൈക്ക് പോൾ ആണ്. അതുപോലെ സൗത്തും നോർത്തും ആണെങ്കിൽ അത് അൺലൈക്ക് പോൾ ആണ്. ആൻഡ് ദർ ഡിഫറെന്റ് പോൾസ് ആർ കോൾഡ് അൺലൈക്ക് പോൾസ്. So, the picture in which two bar magnets are arranged in different ways is given in the first column. Analyze the picture and fill in other columns. Okay, fill in the other columns. അപ്പോൾ നമുക്കിവിടെ രണ്ട് ബാർ മാഗ്നറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ആദ്യത്തേൽ സൗത്തും നോർത്തും, നോർത്തും സൗത്തും, സൗത്തും നോർത്തും വരികയാണെങ്കിൽ നമുക്കറിയാം ഇത് അൺലൈക്ക് പോൾസ് ആണ്. സൗത്തും വരികയാണെങ്കിൽ ഇത് ലൈക്ക് പോൾസ് ആണ്. നോർത്തും സൗത്തും അൺലൈക്ക് ആണ്, നോർത്തും ലൈക്ക് ആണ്. അപ്പൊ നമ്മൾ എന്താണ് എഴുതേണ്ടത് നമുക്ക് നോക്കാം. അട്രാക്ഷൻ ആണോ റിപ്പൾഷൻ ആണോ എന്നൊക്കെ എഴുതണം. നോക്കിക്കോളൂ, പോൾസ് ആദ്യം നമുക്ക് ഇതിലുള്ളത് സൗത്തും നോർത്തും ആണ്. സോ അട്രാക്ഷൻ ആണ്. സൗത്തും ആണ് റിപ്പൾഷൻ, അത് വിട്ട് പോവും, അടുത്ത് വരില്ല. അടുത്ത് നോർത്തും സൗത്തും അട്രാക്ഷൻ ആണ്, നോർത്തും റിപ്പൾഷൻ ആണ്. ആറാമത്തെ ചോദ്യം വിച്ച് ഇസ് ദ ഓഡ് വൺ ഇൻ ഗ്രൂപ്പ് ആണ്. നമുക്ക് തന്നിരിക്കുന്നതിൽ ഏതാണ് ഓഡ് വൺ എന്നാണ്. നിങ്ങൾ 4 എണ്ണം വായിച്ചു നോക്കൂ. ഇതിൽ ഓഡ് വൺ എന്ന് പറയുന്നത് രണ്ടാമത്തെയാണ്. ഇൻക്രീസസ് ദ സ്പീഡ് ഓഫ് ദ റണ്ണിംഗ് ബസ്. ഓർ ഒബ്സർവ് ദ ഫോളോയിങ് മോഷൻ. അല്ലെങ്കിൽ തന്നിരിക്കുന്നതിൽ ഒരുപാട് മോഷൻസിന്റെ ചിത്രങ്ങളാണ് 1 മുതൽ 6 വരെ. അപ്പൊ ഇതിൽ നോക്കിയിട്ട് നിങ്ങൾ ആദ്യം ഫിഗർ നന്നായി നോക്കുക. ചോദ്യം പറയാം. ആദ്യം which of them resemble the different motions of pencil when sharpening a pencil with a sharpener. ഒരു ഷാർപ്നറുമായിട്ട് വരുന്നതിൽ സിമിലർ ആയിട്ടുള്ള പിക്ചർ രണ്ടാമത്തെ പിക്ചർ ആണ്. രണ്ടാമത്തെ പിക്ചർ എന്ന് പറയുമ്പോൾ പമ്പരത്തിന്റെ ആണ് വരുന്നത്. ഡ്രോ എ സർക്കിൾ വിത്ത് എ പെൻസിൽ ഫിക്സഡ് ഇൻ എ കോമ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആ ഒരു ഇതായിട്ട് വരുന്നത് 1, 4, 6 ആണ് വരുന്നത്. ആ ഒരു കറക്കം വരുന്നത് കേട്ടോ കോമ്പസ് വെച്ച്. ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ യൂസിങ് എ പെൻസിൽ ആൻഡ് സ്കെയിൽ ആണെങ്കിൽ 3-ാമത്തെയും 5-ാമത്തെയും ഫിഗർ ആണ് വരിക കേട്ടോ. മാങ്ങ രട്ടറ്റ് നേരെ താഴോട്ടേ വീഴുള്ളൂ, അപ്പൊ സ്ട്രെയിറ്റ് ലൈൻ ആണ്. 5-ാമത്തെ ലിഫ്റ്റ് മേലോട്ടും താഴോട്ടേ പോകുള്ളൂ, അപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആണ്. വാട്ട് ഈസ് ദ കോമൺ ഫീച്ചർ ഓഫ് ദ മോഷൻ ഇൻ എ, ബി ആൻഡ് സി. എയും ബിയും സിയിലും കോമൺ ആയിട്ട് എന്താണെന്ന് ചോദിച്ചാൽ, എ ഫിഗറിൽ മോഷൻ ഈസ് അബൌട്ട് ഇറ്റ്സ് ഓൺ ഫിക്സഡ് ആക്സിസ് ആണ്. ബി മോഷൻ ഈസ് ഇൻ എ സർക്കുലർ പാത്ത്. സി മോഷൻ ഈസ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. Some examples are given below. Choose the ones related to oscillary motion. ഉത്തരം വരുന്നത് 2, 3 ആണ്. 2 മൂവ്മെന്റ് ഓഫ് പെൻഡുലം ഓഫ് എ പെൻഡുലം ക്ലോക്ക്, മോഷൻ ഓഫ് എ ചൈൽഡ് ഓൺ എ സ്വിംഗ് ആണ് വരിക കേട്ടോ. ഏഴാമത്തെ ചോദ്യം ഒബ്സർവ് ദി ഇലസ്ട്രേഷൻ റിലേറ്റഡ് ടു ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് വാട്ടർ. വെള്ളത്തിന്റെ അവസ്ഥാമാറ്റങ്ങളാണ് ചോദ്യം. അപ്പൊ നമുക്ക് കംപ്ലീറ്റ് ദി ഇലസ്ട്രേഷൻ ആദ്യം കംപ്ലീറ്റ് ചെയ്യണം. നമുക്കിവിടെ കണ്ടോ 2 ഫില്ല് ചെയ്യാനുണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ആദ്യം സ്റ്റീം. നമുക്കിവിടെ തന്നിരിക്കുന്നത് വെള്ളം എന്ത് ചെയ്തു, വെള്ളം ചൂടാക്കിട്ടോ ഹീറ്റ് നമ്മൾ റിസീവ് ചെയ്യാണ്. ചൂടാക്കുമ്പോൾ അത് നീരാവി ആകും. നീരാവി വീണ്ടും വെള്ളമാകണമെങ്കിൽ അവിടെ സംഭവിക്കുന്നത് ഹീറ്റ് പുറന്തള്ളുകയാണ്. അപ്പൊ റിലീസസ് ഹീറ്റ്, ഇവിടെ എഴുതേണ്ടത് റിലീസസ് ഹീറ്റ്. അപ്പൊ വാട്ടർ മാത്രമായി. ഇനി വാട്ടറിനെ ഐസ് ആക്കണമെങ്കിൽ അവിടെ വീണ്ടും ഹീറ്റ് റിലീസ് ആവും. റിലീസസ് ഹീറ്റ് തന്നെയാണ്, വീണ്ടും അതിലുള്ള ഹീറ്റ് മുഴുവൻ പുറന്തള്ളും. അതിനുശേഷം ഇവിടെ 4-ാമത്തെ ഇതിൽ ഫില്ല് ചെയ്യേണ്ടത് അബ്സോർബ്സ് ഹീറ്റ് ആണ് കേട്ടോ. വീണ്ടും ഈ ഐസ് ക്യൂബ് വെള്ളമാവണമെങ്കിൽ ഹീറ്റ് വീണ്ടും അബ്സോർബ് ചെയ്യണം, സ്വീകരിക്കണം.
The state of water having least heat energy, ice ആണ്. Why food items can cook easily in steam than in boiled water? The state of water that has more heat energy than other states is steam. So food items can cook easily in steam. Write any 3 organ systems of the human body and their functions. അപ്പോൾ നമ്മുടെ ഓർഗൻ സിസ്റ്റത്തിൽ ഏതെങ്കിലും 3 ഹ്യൂമൻ ബോഡിയിൽ ഏതെങ്കിലും 3 ഓർഗൻ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം. ആദ്യത്തെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്താണ്? ഡൈജസ്റ്റ് ഫുഡ് ആൻഡ് അബ്സോർബ്സ് ന്യൂട്രിയൻസ്. ഓർഗൻസ് വരുന്നത് സ്റ്റൊമക്ക്, ഇൻറ്റസ്റ്റൈൻസ്, ലിവർ. റെസ്പിറേറ്ററി സിസ്റ്റം ഹെൽപ്സ് ഇൻ ബ്രീത്തിങ് ഇൻ ആൻഡ് ഔട്ട്. നമ്മളെ ശ്വസിക്കാൻ സഹായിക്കുന്നു. ഗ്യാസ് എക്സ്ചേഞ്ച്, കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളാനും ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കാനും സഹായിക്കുന്നു. ലങ്സും ട്രക്കിയുമാണ് വരുന്ന ഓർഗൻസ്. നെക്സ്റ്റ് സർക്കുലേറ്ററി സിസ്റ്റം ട്രാൻസ്പോർട്ട്സ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ത്രൂ ഔട്ട് ദ ബോഡി ത്രൂ ദ ബ്ലഡ്. ഓർഗൻസ് വരുന്നത് ഹേർട്ടും ബ്ലഡ് വെസൽസും. 9ാമത്തെ ചോദ്യം, യുവർ ഫ്രണ്ട് ഫെൽ ഡൗൺ ഡ്യൂറിങ് എ ഫുട്ബോൾ ഗെയിം ആൻഡ് ഫ്രാക്ചേർഡ് ഹിസ് ആം. നിങ്ങളുടെ ഫ്രണ്ട് എന്ത് ചെയ്തു? ഫുട്ബോൾ കളിക്കുമ്പോൾ താഴെ വീണ് ആ കയ്യിലെ ആംസ് ഫ്രാക്ചറായി. വാട്ട് ഫസ്റ്റ് എയ്ഡ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു സംവൺ വിത്ത് എ ഫ്രാക്ചർ? അപ്പോൾ അവൻ എന്ത് ഫസ്റ്റ് എയ്ഡ് ആണ് നിങ്ങൾ പറയുക? പ്രഥമ ശുശ്രൂഷ കേട്ടോ. ആദ്യം പറയുക, ഇമ്മൊബിലൈസ് ദ ഇൻജൂർഡ് ഏരിയ. ആ പൊട്ടിയ ഒടിഞ്ഞ ഭാഗം അനക്കാതെ വെക്കുക. ബാൻഡേജ് ദ ഇൻജൂർഡ് പാർട്ട് യൂസിങ് എ സ്പ്ലിൻറ്റ്. ഒരു സ്പ്ലിൻറ്റ് ഉപയോഗിച്ച് അതിനെ ബാൻഡേജ് ചെയ്യുക. അപ്ലൈ കോൾഡ് ഐസ് പാക്ക് വെക്കുക. എ പേഴ്സൺ വിത്ത് എ ബോൺ ഫ്രാക്ചർ ഷുഡ് ബി ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ റിസീവിങ് ഫസ്റ്റ് എയ്ഡ്. ഈ ഫസ്റ്റ് എയ്ഡുകൾ പ്രഥമ ശുശ്രൂഷ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. വൈ ഡു വി യൂസ് ദ മെറ്റൽ റോഡ് ഫോർ ഫിക്സിംഗ് ഫ്രാക്ചേർഡ് ബോൺ? എന്തിനാണ് നമ്മൾ ഒരു സ്പ്ലിൻറ്റ് വെക്കുക അല്ലെങ്കിൽ മെറ്റൽ റോഡൊക്കെ വെക്കുക അല്ലേ ഈ ഒടിഞ്ഞ എല്ലിൻ്റെ കൂടെ? എന്തിനാ അങ്ങനെ ചെയ്യണേ? ഇറ്റ് ഹെൽപ്സ് ദ ബോൺസ് ടു സ്റ്റേ സ്റ്റേബിൾ ആൻഡ് ഹീൽ ക്വിക്ലി. അത് ആ എല്ല് അനങ്ങാണ്ട് സ്റ്റേബിളായി നിൽക്കാനും പെട്ടെന്ന് റിക്കവർ ആവാനും സഹായിക്കും. അടുത്ത ചോദ്യം, വാട്ട് ന്യൂട്രിയൻസ് ആൻഡ് ന്യൂട്രിയൻ റിച്ച് ഫുഡ് ഷുഡ് ദ ചൈൽഡ് ഈറ്റ് ഫോർ സ്ട്രോങ് ബോൺസ് ആസ് അഡ്വൈസ്ഡ് ബൈ ദ ഡോക്ടർ? അപ്പം നമ്മുടെ എല്ലുകൾ ഭയങ്കര സ്ട്രോങ് ആവാൻ ഏത് തരത്തിലുള്ള ഫുഡാണ് കഴിക്കേണ്ടതെന്നാണ് ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്നത്? കാൽഷ്യം, വൈറ്റമിൻ ഡി, പ്രോട്ടീൻ. ഇത് മൂന്നും വേണം കേട്ടോ. കാൽഷ്യം ദ പ്രൈമറി മിനറൽ കമ്പോണന്റ് ഓഫ് ബോൺസ്, എസെൻഷ്യൽ ഫോർ ബോൺ ഫോർമേഷൻ ആൻഡ് സ്ട്രെങ്ത്. നമുക്ക് കാൽഷ്യം ലഭിക്കുന്നത് മിൽക്ക്, യോഗേർട്ട്, ചീസ്, പനീർ, റാഗിയിൽ നിന്ന്. വൈറ്റമിൻ ഡി fatty fish, egg yolks, fortified milk, fortified cereals and exposure to sunlight. The body produces vitamin D when skin is exposed to sunlight. Protein provides the framework, collagen onto which calcium and other minerals are deposited. Lean meat, chicken, fish, eggs, dairy products, pulses, ഇതിൽ നിന്നൊക്കെ നമുക്ക് പ്രോട്ടീൻ കിട്ടും. അപ്പോൾ എല്ലാവരും കാൽഷ്യം, വൈറ്റമിൻ ഡി, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. Question 10 ആണ്. What do you mean by exoskeleton and endoskeleton? Name the organism that has both exoskeleton and endoskeleton. Some organisms like snails, crabs have thick outer coverings. അപ്പോൾ എൻഡോസ്കെൽറ്റനും എക്സോസ്കെൽറ്റനും എന്താണെന്നാണ്. അപ്പോൾ നമ്മൾ ചില ഓർഗാനിസംസ് ആയിട്ടുള്ള സ്നെയിൽസ്, ക്രാബ്സ് ഇതിനൊക്കെ ഔട്ടർ കവറിങ് ഉണ്ടാവും. While some animals like cockroaches and prawns have relatively thin shells, these outer coverings are called exoskeletons. An endoskeleton is a framework of bones inside the body that protects organs and helps in movement. Turtle has both exoskeleton and endoskeleton. 10 ചോദ്യങ്ങളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് ഉപകാരപ്പെടട്ടെ. നിങ്ങൾ മാക്സിമം വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ തന്നെയാണ് നമ്മൾ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നന്നായി പഠിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. മാക്സിമം ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും വാച്ച് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.